ഹലോ, ഇന്ന് നമ്മൾ ടെഡി ബിയറിന്റെ ഒരു പേഴ്സ് ആണ് ഉണ്ടാക്കണേ. അതിനേക്കാളും മുന്നേ എനിക്കൊരു കാര്യം പറയാണ്ട്, നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. 1000 സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ചെറിയ ഗിവ് അവേ ഒക്കെ വേണ്ടേ? ആരും ഇന്നലെ ഗിവ് അവേനെ കുറിച്ച് കമന്റ് ചെയ്തില്ല, എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ. ജസ്റ്റ് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടാ. ഈ ജീൻസിന്റെ ക്ലോത്ത് എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയണ്ടാവും. ഇത് കഴിയണ വരെ ഞാൻ ഇതുപോലത്തെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇത് മെയിൻ ആയിട്ട് യൂസ്ഫുൾ ആവുക സ്കൂളിൽ പോകുമ്പോൾ ബസ്സിനൊക്കെ സീറ്റ് കൊടുക്കുന്ന കുട്ടികൾക്കായിരിക്കും. അവർക്ക് ചില്ലറൊക്കെ ഇട്ട് വെക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടത്. സിബ് ലോക്കാക്കി കൊടുക്കാൻ മറക്കണ്ട, നമ്മൾ അടക്കുമ്പോൾ ഇല്ലെങ്കിൽ കൈയോടെ വരും. ഇനി നമുക്ക് ചെവി തുന്നിയെടുക്കണം. ഞാൻ ആദ്യം തുന്നിയിട്ടൊന്ന് അടിമറിച്ച് എടുക്കാനാ വിചാരിച്ചത്, പക്ഷെ എനിക്കതിന്റെ ആവശ്യം വന്നില്ല. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വേണമെങ്കിൽ കുറച്ച് കോട്ടൺ നിറച്ചെടുക്കുക, അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത പീസ് എടുത്തിട്ട് ഒന്ന് തുന്നിക്കൊടുക്കാം. ഇത് തുന്നണതൊന്ന് ശ്രദ്ധിച്ചോ, നമ്മള് സിബ് വെച്ച പോലെ സ്ട്രൈറ്റ് ആയിട്ടല്ല തുന്നണത്, അടിയിൽ കൂടെ എടുത്തിട്ടാണ് കേട്ടോ തുന്നണ്. ഇനി ചെവി ഉള്ളിലോട്ട് വെച്ചൊന്ന് തുന്നിക്കൊടുക്കുക. ഇത് മറ്റേ വാട്ടർ മെലൺ പൗച്ച് ഉണ്ടാക്കിയില്ലേ, അതിന്റെ സിബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് തിരിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഒരു പീസ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരു യെല്ലോയിഷ് ബ്രൗൺ കളർ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം, പക്ഷെ ഞാൻ വെട്ടി വെച്ചുകൊണ്ട് അത് യൂസ് ചെയ്തെന്നുള്ളൂ കേട്ടാ. ഇനി മൂക്കും വായും കണ്ണും ഒക്കെ നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണം. എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഇത് ചെയ്യുമ്പോൾ സൂചി കൊണ്ട് കുറെ കുത്തി എനിക്ക് കിട്ടി. നമ്മൾ മെഷീനിൽ ചെയ്തെടുക്കുമ്പോൾ ഇത്രയും ചെറിയ സാധനം ആയതുകൊണ്ട് പെർഫെക്ഷൻ കിട്ടുമെന്ന് അറിയില്ല. മെഷീൻ ഉള്ളവരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, ഇല്ലാതെ കൈ കൊണ്ട് തന്നെ തുന്നിയെടുക്കുക. അപ്പോൾ ഈ ടെഡി ബിയർ പേഴ്സ് ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. ബൈ ബൈ.